എല്ലാവർക്കും മലയാളം ക്ലബിന്റെ നമസ്കാരം. നിങ്ങളെല്ലാവരും ഇപ്പോൾ 10ാം ക്ലാസ്സിലേക്ക് കടന്നിരിക്കുകയാണ് അല്ലേ? 10ാം ക്ലാസ്സിലെ പരീക്ഷകളിൽ ഉയർന്ന മാർക്ക് നേടാൻ വേണ്ടി സാധിക്കുന്ന ഒരു പേപ്പറാണ് മലയാളം അല്ലേ? നിങ്ങൾ ചെറുതായി ഒന്ന് ശ്രമിച്ചാൽ തന്നെ നിങ്ങൾക്ക് ഉയർന്ന മാർക്ക് നേടിയെടുക്കാൻ പറ്റുന്ന ഒരു വിഷയമാണ് മലയാളം. അപ്പം നിങ്ങളെല്ലാവരും ക്ലാസ്സുകൾ വളരെ ശ്രദ്ധയോടുകൂടി കേട്ടിരിക്കണം കേട്ടോ. അപ്പോൾ കേരള പടാവലി പാഠപുസ്തകത്തിലെ 5 യൂണിറ്റുകളാണ് നിങ്ങൾക്ക് പഠിക്കാനായി ഇത്തവണ തന്നിരിക്കുന്നത്. എത്ര യൂണിറ്റുകളാണ്? 5 യൂണിറ്റുകളാണ് അല്ലേ? നിങ്ങൾ അതൊക്കെ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അതിൽ ഒന്നാമത്തെ യൂണിറ്റ് ആണ് ഭാഷ പൂത്തും സംസ്കാരം തളിർത്തും. എന്താണ് ഒന്നാമത്തെ യൂണിറ്റ്? ഭാഷ പൂത്തും സംസ്കാരം തളിർത്തും. ഭാഷ അല്ലെ, നമ്മുടെ ഭാഷ പൂക്കുന്ന സമയത്ത് നമ്മുടെ സംസ്കാരം കൂടി എന്ത് ചെയ്യാണ്? തളിരിടുകയാണ്, തളിർക്കുകയാണ് ആണ് നമ്മുടെ ഈ തലവാചകത്തിലൂടെ സൂചിപ്പിക്കുന്നത് അല്ലേ? നമ്മുടെ ഭാഷ ഏതാണ്? നമ്മുടെ മാതൃഭാഷ ഏതാണ്? മലയാളമാണ് അല്ലേ? നമ്മുടെ മലയാളം എന്താണ്? മലയാളം പൂക്കുന്ന സമയത്ത് അല്ലേ? മലയാളം എപ്പോഴാണ് പൂക്കുക? നമ്മൾ വെള്ളവും വളവും ഒക്കെ കൊടുത്ത് അത് വളർന്ന് വലുതായി അല്ലേ? എന്നിട്ടാണ് ആ പൂവ് പൂത്ത് വരിക അല്ലേ? ആ ചെടി പൂക്കുക. അതുപോലെയാണ് ഭാഷ. ഭാഷയ്ക്ക് നമ്മൾ എന്ത് കൊടുക്കണം? വെള്ളവും വളവും ഒക്കെ കൊടുക്കണം അല്ലേ? നമ്മൾ എന്താണ്? മലയാളത്തെ അത്രയേറെ സ്നേഹിക്കണം. മലയാളം എന്ന ഭാഷ നമ്മൾ നന്നായി കൈകാര്യം ചെയ്യണം അല്ലേ? എങ്കിൽ മാത്രമേ എന്ത് ചെയ്യും? നമ്മുടെ മലയാളമാവുന്ന മാതൃഭാഷ പൂക്കും അല്ലേ? പൂവിടുകയുള്ളൂ. അപ്പൊ അങ്ങനെയുള്ള പൂവിട്ട ഭാഷയിലൂടെയാണ് നമ്മുടെ സംസ്കാരം അല്ലേ? സംസ്കാരവും വളരുന്നത്, പൂവിടുന്നത്, തളിർക്കുന്നത് എന്നൊക്കെയാണ് ഈ തലവാചകത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിന് തൊട്ട് താഴെ എന്ത് കൊടുത്തിട്ടുണ്ട്? നമ്മുടെ ഒരു നോവലിലെ അല്ലേ? മലയാളത്തിലെ പ്രശസ്തമായ ഒരു നോവലിലെ ഒരു ചെറിയ ഭാഗം കൂടി കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും നോവലുകൾ വായിക്കുന്നവരായിരിക്കുമല്ലോ അല്ലേ? നോവൽ വായിക്കാറില്ലേ? വായിക്കാറുണ്ടല്ലേ? അപ്പോൾ OV വിജയൻ എന്ന് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു എഴുത്തുകാരനാണ് അല്ലേ OV വിജയൻ. OV വിജയന്റെ നോവലുകൾ നിങ്ങൾ തീർച്ചയായും വായിക്കണം കേട്ടോ. അദ്ദേഹത്തിന്റെ മുഴുവൻ അല്ലെ, അദ്ദേഹത്തിന്റെ അധിക നോവലുകളും എന്താണ്? വളരെയധികം പ്രധാനപ്പെട്ട നോവലുകളാണ്. മലയാളത്തിന് അത്രയേറെ സംഭാവന നൽകിയ ഒരു സാഹിത്യകാരനാണ് OV വിജയൻ. OV വിജയന്റെ ഖസാക്കിന്റെ ഇതിഹാസം അങ്ങനെ ഒരു നോവലിനെ കുറിച്ച് നിങ്ങൾ എല്ലാവരും കേട്ടിരിക്കാൻ സാധ്യതയുണ്ട് അല്ലേ? നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കേൾക്കാത്തവർ എന്ത് ചെയ്യുക? നിങ്ങളുടെ തൊട്ടടുത്തുള്ള ലൈബ്രറികളിലൊക്കെ പോയി എന്ത് ചെയ്യുക? OV വിജയന്റെ ഖസാക്കിന്റെ ഇതിഹാസം എന്ന നോവൽ തീർച്ചയായും